കമ്മിറ്റിയിൽ എല്ലാം വരുന്നുണ്ട്. പക്ഷേ അത് ഒതുക്കി വെച്ചിരിക്കുക രാഷ്ട്രീയ പാർട്ടീസ്. കാരണം പല രാഷ്ട്രീയക്കാർ പോലും സിനിമാക്കാർ പോലും പൊളിറ്റീഷ്യന്മാരാണ്. അവരെല്ലാം ഞാൻ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അന്തകാലം പോയി, ഇന്നത്തെ കാലത്തൊന്നും ഞാൻ പറയാനില്ല. നമുക്കാരും തിരുത്താനും പറ്റില്ല. അതൊക്കെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണല്ലോ ഓരോരുത്തർക്ക്. ഇപ്പം ഇത് ഇവരുടെ ഈ സംഘടനയ്ക്കകത്തുള്ള കുഴപ്പങ്ങൾ. അത് പൊതുജനം നമ്മൾ ഒരാൾ പൊസിഷനിലെത്തിയ നല്ല മാർജിനൊക്കെ ഉണ്ടാകുമ്പോൾ അയാളെ തരം താഴ്ത്താൻ പല മാധ്യമങ്ങളും തോന്നുന്നുണ്ട്. ബോയ്സ് എങ്ങനെ ചെയ്താലും ഫീമെയിൽ ആക്ടേഴ്സ് ചെയ്യുമ്പോൾ മാത്രം പ്രശ്നമുള്ളൂ, മെയിൽസിനൊരു കുഴപ്പമില്ല. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ശ്വേതാ മേനോനെതിരെ പരാതിയുമായി ഒരു വ്യക്തി രംഗത്ത് വന്നിരിക്കുകയാണ്. അന്ന് ഒത്തിരി അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമ ഇന്ന് എങ്ങനെയാണ് കുറ്റകരമാവുന്നത്? ജനങ്ങളോട് നമുക്ക് ചോദിച്ചറിയാം. പക്ഷെ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ചിത്രമാണല്ലോ, അതിന് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് അങ്ങനെ ഒരു കേസ് എടുക്കുമ്പോൾ അതിനൊരു മറ്റൊരു നിഗൂഢ ലക്ഷ്യം കൂടിയില്ല. ഇപ്പം അമ്മയുടെ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ശ്വേതാ മേനോനൊരു സ്ഥാനാർത്ഥിയും കൂടിയാണല്ലോ. അപ്പം അത് ശ്വേതാ മേനോനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലക്ഷ്യം കൂടിയായിരിക്കും. അങ്ങനെ ഗൂഢാലോചന ലക്ഷ്യങ്ങളൊക്കെ പല ഒരാൾ വളരുമ്പം വലുതാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് നെഗറ്റീവ് ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ജീവിതത്യാഗത്തിൽ ഓരോ സഹിച്ചിട്ടൊക്കെ ആയിരിക്കും പല രംഗങ്ങൾ അഭിനയിക്കുന്നതും. അത് അവരെ ജീവിത രീതിയാണ്. ഒരാൾ പൊസിഷനിലെത്തിയ നല്ല മാർജിനൊക്കെ ഉണ്ടാകുമ്പോൾ അയാളെ തരം താഴ്ത്താൻ പല മാധ്യമങ്ങളും പല ആൾക്കാരും ഈഗോ കെട്ടിപ്പടുത്തും. ഇവിടെ സണ്ണിലിയോണൊന്നും അഭിനയിക്കുന്ന പ്രശ്നമില്ലാത്ത സ്ഥലത്ത് അത്രയും പോകുമ്പം ചേട്ടൻ കണ്ടിട്ടുണ്ട് ഈ പാലേരി മാണിക്യവും ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം കഥാപാത്രം സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യാനാണ്. കഥാപാത്രം ഡിമാൻഡ് ചെയ്യാനാണ്. അല്ല ന്യൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ തന്മാത്രയിൽ ലാലേട്ട് ന്യൂഡായിട്ട് അഭിനയിച്ചാണ്. അത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യാനാണ്. കഥാപാത്രം സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്നില്ല. കാരണം ഇപ്പം ലാലേട്ടൻ ചെയ്യുമ്പോൾ പ്രശ്നമില്ല, മമ്മൂക്ക ചെയ്യുമ്പോൾ പ്രശ്നമില്ല, സണ്ണിലിയോൺ ചെയ്യുമ്പോൾ പോലും പ്രശ്നമില്ല. പക്ഷേ സണ്ണിലിയോൺ പെണ്ണാണ്. ശ്വേതാ മേനോൻ ചെയ്യുമ്പോൾ അതൊരു അത് ശ്വേതാ മേനോനായിട്ട് എന്ത് വ്യക്തിപരമായിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണ്. അതിപ്പോൾ സ്ത്രീകൾ പോലും അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ ജെൻഡറായിട്ട് പറയാൻ പറ്റില്ല. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പല കേസിലും സ്ത്രീകളും മുതലെടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ അനാവശ്യമായിട്ടാണെങ്കിൽ അത്ര കേസ് കൊടുക്കുന്നുണ്ട്. ഈ ഇപ്പോൾ വിജയബാബുടെ കേസിലും മറ്റേ ഓമലയുടെ കേസിലല്ല പലരും ഇതിപ്പോൾ ജെൻഡറിന് പറയാൻ പറ്റില്ല, ഓരോ ആൾക്കാർ പോലെയാണ്. ഇപ്പോൾ പല നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമാണ്. അത് ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത്തരം ഇതൊക്കെ നടക്കുന്നത് അടിച്ചു തകർക്കാനുള്ള ഹേമ കമ്മിറ്റിയെല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഹേമ കമ്മിറ്റിയെല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കോൺക്ലേവ് നടന്നു, അത് പുറത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേര് അതിലുണ്ട്, ഇൻഫ്ലുവൻസുള്ള ആൾ. അതുകൊണ്ടാണ് മാറ്റി വെച്ചിരിക്കുക. ഹേമ കമ്മിറ്റിയിൽ എല്ലാം വരുന്നുണ്ട്. പക്ഷേ അത് ഒതുക്കി വെച്ചിരിക്കുക രാഷ്ട്രീയ പാർട്ടീസ്. കാരണം പല രാഷ്ട്രീയക്കാർ പോലും സിനിമാക്കാർ പോലും പൊളിറ്റീഷ്യന്മാരാണ്. അവരെല്ലാം ഞാൻ ഒതുക്കി വെച്ചിരിക്കുകയാണ്. സിനിമാ ഫീൽഡിൽ ഒരുപാട് മോശം കാര്യം നടക്കുന്നുണ്ട്. അത് എല്ലാ ഫീൽഡിലും ഉണ്ട്. അന്തകാലം പോയി, ഇന്നത്തെ കാലത്തൊന്നും ഞാൻ പറയാനില്ല. അതിപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ചിലവർക്ക് അത് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് അത് ഇഷ്ടമല്ലായിരിക്കും. നമുക്കാരും തിരുത്താനും പറ്റില്ല. അതൊക്കെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണല്ലോ ഓരോരുത്തർക്ക്. എനിക്ക് പറയാനുള്ളൂ. അമ്മയുടെ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വന്ന സാഹചര്യത്തിലാണ് ഇത്തരം കേസുകൾ പൊങ്ങി വന്നത്. അപ്പോൾ അത് ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിട്ട് തോന്നുന്നുണ്ടോ? ഏതാ അതെ അതെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എനിക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഇപ്പം ഇത് ഇവരുടെ ഈ സംഘടനയ്ക്കകത്തുള്ള കുഴപ്പങ്ങൾ. അത് പൊതുജനം നമ്മൾ നോക്കിക്കാണുന്നു. പൊതുജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് സംഘടന. അതിൻ്റെ ഒറിജിനൽ കാര്യം പൊതുജനത്തെ പൊട്ടും. അവർ കോടീശ്വരന്മാർ കോടികളിട്ട് അമ്മാനുമാണ്. അതുപോലെ അവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വരുന്നതിന് മുമ്പേ ജനമൊക്കെ എന്നതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ ആണ്ട് മലമറിക്കുമെന്ന് അവർക്ക്. എന്നിട്ട് എന്നാ സംഭവിച്ചു? എന്തെങ്കിലും സംഭവിച്ചോ? എത്ര പേരുടെ പേര് കേസ് വന്നു? കുറേ മറച്ചു വെച്ചു, കുറേ പുറത്തു വന്നു. ഈ പുറത്തു വന്നതിലോ മറച്ചു വെച്ചാലോ എന്തെങ്കിലും ഒരു തീരുമാനം. ഒരു പെണ്ണൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പിന്മാറും. ഇത് ചുമ്മാ മനുഷ്യനെ പമ്പര കുട്ടികളാക്കി നമ്മളെപ്പോലുള്ള പൊതുജനം നികുതി അടയ്ക്കുന്ന കോടികൾ ഇതിനു വേണ്ടി ചിലവാക്കി. എന്നല്ലാതെ ഒരു നേട്ടവും ഉണ്ടായില്ല. തോന്നുന്നുണ്ട്. ബോയ്സ് എങ്ങനെ ചെയ്താലും ഫീമെയിൽ ആക്ടേഴ്സ് ചെയ്യുമ്പോൾ മാത്രം പ്രശ്നമുള്ളൂ, മെയിൽസിനൊരു കുഴപ്പമില്ല. മെയിൽസ് ഇപ്പോൾ എന്ത് റോളായാലും അവർക്കൊരു കുഴപ്പമില്ല. ഫീമെയിൽസിന് പറയുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ ജനറേഷൻ. അങ്ങനെയൊന്നുമില്ല. ഓരോ കാലത്തും ഓരോ ന്യൂസ് ട്രെൻഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഓരോ കണ്ടന്റ് വേണം, ഓരോ ഇത് വേണം, ഓരോ ന്യൂസ് വേണം. അതിനനുസരിച്ച് ഇങ്ങനെ പോകുന്നല്ലാണ്ട് ഇല്ല. അതിനെ സന്നിധാനം ചെയ്യുമ്പോൾ പ്രശ്നമില്ലല്ലേ. ഇതൊക്കെ കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഭിനയിക്കുന്നത് കുറ്റമായിട്ട് കണ്ടു? സൂപ്പർ ഡീലക്സ് സിനിമ ഉണ്ടാ
കണ്ടിട്ടില്ല. സൂപ്പർ ഡിലക്സ് ഉണ്ട്. ആ പടത്തിൽ നമ്മുടെ അതന്നെ കാണുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അഭിനയിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ കാണുന്നവർക്ക് പ്രശ്നമില്ല, അഭിനയിക്കുന്നവർക്കാണ് പ്രശ്നം. അഭിനയിക്കുന്നവർക്ക് പ്രശ്നം. അത് ഈ സമൂഹത്തിൻ്റെ ചിന്താഗതിയാണ്.